നിർദ്ദിഷ്ട മീഞ്ചന്ത അരീക്കാട് മേൽപ്പാലം നിർമ്മാണം ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലെത്തി. ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണസമിതിക്കായി സമർപ്പിച്ചു. 16 മീറ്റർ വീതിയിൽ 1.5 കിലോമീറ്ററോളം നീളത്തിലാണ് മേൽപ്പാലം നിർമ്മിക്കുക. നഗരത്തെ ഫറോക്ക് രാമനാട്ടുകര വഴി ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് മേൽപ്പാലം വരുന്നത്. മീഞ്ചന്ത അരീക്കാട് മേൽപ്പാലത്തിന്റെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ അവസാന ഘട്ടത്തിലെത്തി. 2 കിലോമീറ്റർ ദൂരത്തിൽ ഇരുഭാഗത്തുമായി സ്ഥലം ഏറ്റെടുക്കും. റവന്യൂ പരിശോധന പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുക്കുന്നതോടെ പ്രവൃത്തി ആരംഭിക്കാനാണ് തീരുമാനം. മേൽപ്പാലം വരുന്നതിൽ വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാർ. രോഗികളെ കൊണ്ടുപോകാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പാലം വരുന്നതോടുകൂടി അതിൻ്റെ സൗകര്യമൊക്കെ വർദ്ധിക്കുമെന്നുള്ള ഉറപ്പാണ്. അത് മേലെ സാധനം കൊണ്ട് പോകും, നല്ലതും ഇത് വേണമെങ്കിൽ അടിയിൽ കൂടെ പോകും. ആ സൗകര്യം കൊണ്ട് ഇത് നല്ലതിൽ നിന്നും കൂടി കയറുമ്പോൾ ബ്ലോക്കായി പോവുക. മീഞ്ചന്ത അരീക്കാട് ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പാലത്തിനാവും. ഈ പാലം വന്നാൽ എന്തൊക്കെ ഉപകാരമാണ്. ഞങ്ങൾക്ക് അടിയിൽ കൂടെ പോവുകയും ചെയ്യാം, മറ്റേ മേലെ കൂടെ പോവുകയും ചെയ്യാം. എന്തൊക്കെ ഉപകാരം കിട്ടും. ഈ ബൈപ്പാസ് അതേമാതിരി അവിടെയും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്കാണ്. അവിടെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ബ്ലോക്കാണ്. ആ പാലം ഇവിടെ നടപ്പിലാക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ആ പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഒന്നുകൂടി സുഗമമായി ഞങ്ങളുടെ ജീവിതശൈലി തന്നെ മാറും എന്നുള്ളതാണ് ഞങ്ങളെ പ്രതീക്ഷ. 16 മീറ്റർ വീതിയിൽ സർവീസ് റോഡുകളും മേൽപ്പാലവും ഉൾപ്പെടെ ആകെ 1.625 കിലോമീറ്റർ ദൂരത്തിലാണ് പാലം യാഥാർത്ഥ്യമാവുക. രാമനാട്ടുകര ഭാഗത്തേക്ക് 80 മീറ്ററും വട്ടക്കിണർ ഭാഗത്തേക്ക് 75 മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡുകളും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. കൂടാതെ മേൽപ്പാലത്തിന്റെ ഇരുഭാഗത്തും സർവീസ് റോഡുകളും വരും. കൈരളി ന്യൂസ്, കോഴിക്കോട്.